കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ജ്യോതിഷ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ഒരു പ്രത്യേക വിഷയമാണ്. അത് പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ കണ്ടെന്നു വരും. എന്നാലും ഞാൻ പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധം എങ്ങനെ മാറ്റാം. ഒരു ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധം എങ്ങനെ മാറ്റാം. ദാമ്പത്യത്തിൻ്റെ അടിത്തറ എന്നത് ദമ്പതിമാരുടെ പരസ്പര വിശ്വാസമാണ്. ദാമ്പത്യത്തിൻ്റെ അടിത്തറ എന്നത് ദമ്പതിമാരുടെ പരസ്പര വിശ്വാസമാണ്. അതോടൊപ്പം അടുപ്പവുമാണ്. ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ അടിത്തറ തന്നെ ഇളകിപ്പോവും. ഇല്ലേ? ജീവിതത്തിലുണ്ടാവുന്ന ചെറിയ താളപ്പിഴകൾ ഭർത്താക്കന്മാരെ മറ്റു സ്ത്രീകളുമായി അടുക്കാൻ ഇടവരുത്തുന്നു. അതല്ലേ സത്യം. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ താളപ്പിഴകൾ ഭർത്താക്കന്മാർ മറ്റു സ്ത്രീകളുമായി അടുക്കാനായിട്ട് ഇടവരുന്നു. പുരുഷന് മറ്റു സ്ത്രീകളുമായി അടുപ്പമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭാര്യയോടും മക്കളോടും കുടുംബത്തിനോടും ആ പുരുഷന് അകൽച്ച വരും. അത് സ്വാഭാവികമാണ്, ഇല്ലേ? ഭാര്യയിൽ നിന്നും ഒരു ഭർത്താവ് വന്നാൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിലെ മറ്റംഗങ്ങളോടും ആ അകൽച്ച, അവൻ്റെ മക്കളോടും അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളോടും മറ്റെല്ലാവരോടും അവനൊരു ആ കുടുംബത്തിനോട് തന്നെ ഒരു അകൽച്ചയുണ്ടായി അവൻ അവിടെ നിന്ന് മാറി താമസിക്കാനുള്ള അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് ചെന്ന് ചേക്കേറാനുള്ള ഒരു വ്യഗ്രത അവനുണ്ടാവും. അത് മിക്ക സ്ഥലത്തും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു വള്ളി പടർന്നു കയറുമ്പോൾ ഒരു ചാര് കിട്ടിയാൽ ആ വള്ളി കിട്ടുന്ന ഭാഗത്തേക്ക് പടരും, ഇല്ലേ? ഒരു വള്ളി പടർന്ന് മേപ്പോട്ട് കയറിയാൽ ആ വള്ളിക്കൊരു ചാര് കിട്ടുന്ന എവിടെയാണ്? ആ ചാരിലേക്ക് ആ വള്ളി പടർന്നു കയറും, ഇല്ലേ? ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇത് തന്നെയാണ് പുരുഷന്മാരും ചെയ്യുന്നത്. ഇത് തന്നെ പുരുഷന്മാരും ചെയ്യും. പുരുഷനെ മാത്രം പറയണ്ട, ഇത് തന്നെ സ്ത്രീകളും ചെയ്യുന്നുണ്ട്, ഇല്ലേ? സ്ത്രീകൾക്കുണ്ടല്ല പരപുരുഷ ബന്ധം. ആണുങ്ങൾക്ക് മാത്രമല്ല പരസ്ത്രീ ബന്ധം, സ്ത്രീകൾക്കും പരപുരുഷ ബന്ധമുണ്ട്. അപ്പോൾ ഇത് രണ്ടുപേർക്കും വന്നാൽ ആ കുടുംബം തന്നെ തകർന്നു പോകും. അവരുടെ സന്താനങ്ങളും അതിൻ്റെ ദുരിതം അനുഭവിക്കാൻ ഇടവരും. അപ്പോൾ അങ്ങനെയുള്ള ആ പരസ്ത്രീ ബന്ധം, ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധം മാറ്റിയെടുക്കാനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഒരു ജ്യോത്സ്യനെ കാണണം, സമീപിക്കണം. ഇത് സംഭവിക്കുന്നത് കൂടുതലും ശുക്രദശയിലായിരിക്കും. ഇത് കൂടുതലും ഭർത്താവിൻ്റെ ശുക്രദശയിലായിരിക്കും. ഇനി ശുക്രദശയിലല്ല, ഏത് ദശയിലാണെങ്കിലും ശുക്രൻ്റെ അപഹാരകാലങ്ങളിൽ ഇത് സംഭവിക്കാം. ശുക്രൻ്റെ ഏത് ദശാകാലത്താണെങ്കിലും ശുക്രൻ്റെ അപഹാരകാലങ്ങളിലും ഇതേപോലെ ഭർത്താക്കന്മാർ ചാടിപ്പോവാനിട വരും. കാരണം വിവാഹകാരകനായ ശുക്രൻ മദനകാരകനാണ്. വിവാഹത്തിൻ്റെ കാരകനും അതേപോലെ മദനകാരകനുമാണ് ശുക്രൻ. അപ്പോൾ ആ ശുക്രൻ്റെ അപഹാരകാലത്ത് പോലും ഇതേപോലെയുള്ള കാര്യങ്ങൾ വന്ന് സംഭവിക്കാൻ ഇടയുണ്ട്. അപ്പം അതിനാണ് ജ്യോത്സ്യനെ കണ്ട് ഭർത്താവിൻ്റെ ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കണം. ഇപ്പം അദ്ദേഹത്തിന് എന്താണ് സമയം, അദ്ദേഹത്തിൻ്റെ ദശാകാലം ഏതാണ്, ആ ദശാകാലത്തുള്ള അപഹാരങ്ങൾ ഏതാണ്, അതിൻ്റെ ഛിദ്രങ്ങൾ ഏതാണ്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ ജ്യോതിഷനോട് കാര്യമായി ചോദിച്ച് അറിയണം. അതിനുശേഷം ആ ജ്യോതിഷൻ പറയുന്ന ആ ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യണം. അപ്പോൾ അവിടെ ജ്യോതിഷന് ചില ഗ്രഹപ്പിഴകൾ പറയാൻ സാധിക്കും. ആ ഗ്രഹപ്പിഴകൾക്ക് പരിഹാരം ചെയ്യണം. അതുകൂടാതെ അതിനുശേഷം ഇനി പറയുന്ന പരിഹാര മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതം നോക്കണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ
വ്രതം നോക്കണം. അതേപോലെ തന്നെ മഹാലക്ഷ്മിയെ സ്തുതിക്കണം. മഹാലക്ഷ്മിയുടെ സ്തോത്രങ്ങൾ ചൊല്ലണം. ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുകയും ദേവീ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യണം. അതായത് നിങ്ങൾ രണ്ടുപേരുടെയും ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി അന്ന് വ്രതമെടുക്കണം, ക്ഷേത്ര ദർശനം നടത്തുകയും വേണം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കണം. നിത്യവും ലളിത സഹസ്രനാമം വീട്ടിൽ ചൊല്ലണം. വീട്ടിൽ ദിവസവും ലളിത സഹസ്രനാമം ചൊല്ലണം. അതോടൊപ്പം സ്ത്രീ സൂക്തവും ചൊല്ലണം. ലളിത സഹസ്രനാമം മാത്രമല്ല, സ്ത്രീ സൂക്തവും ചൊല്ലുക. ഭാര്യ ഭർത്താക്കന്മാർ വീരഭദ്ര ക്ഷേത്രത്തിൽ അർച്ചന നടത്തുകയും വിധിപ്രകാരം വീരഭദ്രയന്ത്രം ധരിക്കുകയും ചെയ്യുക. വീരഭദ്ര ക്ഷേത്രത്തിൽ രണ്ടുപേരും കൂടി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി പോയി അവിടെ വീരഭദ്രന് അർച്ചന നടത്തുകയും ഒരു വീരഭദ്രയന്ത്രം എഴുതി രണ്ടുപേരും ധരിക്കുകയും ചെയ്താൽ അകൽച്ച മാറിക്കിട്ടും. എപ്പോഴും ഓം ശിവശക്തി ഐക്യരൂപിണിയെ നമ എന്ന് ഉരുവിടുക. ഓം ശിവശക്തി ഐക്യരൂപിണിയെ നമ എന്ന് ഉരുവിടുക. അതുകൂടാതെ വീരഭദ്രയന്ത്രം കിട്ടിയില്ലെങ്കിൽ പതിവശ്യയന്ത്രം സ്ത്രീകൾ എഴുതി ധരിച്ചാലും മതി. ഭർത്താക്കന്മാരുടെ ആ അകൽച്ച മാറിക്കിട്ടാനായിട്ട് സ്ത്രീകൾ വീരഭദ്രയന്ത്രം എഴുതി കിട്ടിയില്ലെങ്കിൽ, കാരണം യന്ത്രങ്ങളൊക്കെ എഴുതാൻ അറിയാവുന്നവരൊക്കെ വളരെ ചുരുക്കം പേരുള്ളു. പലരും യന്ത്രങ്ങളൊക്കെ എഴുതുന്നുണ്ട്, പക്ഷെ അത് വിധിപ്രകാരമൊക്കെ എഴുതി തരാവുന്നവര് വളരെ അപൂർവം ആൾക്കാരുള്ളു. അപ്പോൾ പതിവശ്യയന്ത്രം വീരഭദ്രയന്ത്രം എഴുതി കിട്ടിയില്ലെങ്കിൽ പതിവശ്യയന്ത്രം എഴുതി അത് സ്ത്രീകൾ ധരിച്ചാൽ നന്നായിരിക്കും. അപ്പൊ ഭർത്താവിൻ്റെ അകൽച്ച മാറിക്കിട്ടും. അതുകൂടാതെ യന്ത്രം ധരിക്കലും ഈ വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ആകുമ്പോൾ ഭർത്താക്കന്മാരുടെ പരസ്ത്രീ ബന്ധം തന്നെ ഒഴിഞ്ഞു പോകും. അപ്പൊ കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ശുക്രന്റെ ദശാസമയത്തോ അല്ലെങ്കിൽ ശുക്രന്റെ അപഹാര കാലസമയത്തോ ഒക്കെ ഈ സംഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ അപഹാരങ്ങളോ അല്ലെങ്കിൽ ആ ശുക്രന്റെ ദശാസമയോ ഒക്കെ മാറിക്കിട്ടുമ്പോഴും ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോരാൻ അപ്പോഴും സാധ്യതയുണ്ട്, ഒഴിഞ്ഞു പോരാനുള്ള സാധ്യത കാണും. പക്ഷേ അതുവരെയും കാത്തിരിക്കാതെ ഞാൻ പറഞ്ഞ വഴിപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്താൽ അതിന് ഫലം ഉണ്ടാവും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.